ഈ സ്ട്രോക്ക് സാരമില്ലെന്നാ പറഞ്ഞത്. അച്ഛന് വേഗം സംസാരിക്കാൻ പറ്റും. ഇന്നെങ്കിലും നേരത്തെ വരണേ. അച്ഛൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ദേവേട്ടനും കൂടി അടുത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആശ്വാസമായിരിക്കില്ലേ? എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര നേരം അടുത്തിരിക്കാൻ പറ്റും? ദേവേട്ടന് എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? എന്നെ ഇങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അച്ഛനാ. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമേ ഉള്ളൂ, പണത്തിന്റെ ബന്ധം. നാളെ ദേവേട്ടനാണ് ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവുന്നതെങ്കിൽ? ഇല്ല, ഇങ്ങനെ ഒരു സ്ഥിതി എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നീ പ്രസവിക്കില്ലല്ലോ. ഡോക്ടർ ഇല്ലാത്ത ക്ലിനിക്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ട പിടിച്ച ഇരുട്ടുമുറിയിൽ ചെന്നതുപോലെ തോന്നുന്നു. പ്രിയപ്പെട്ട കൊച്ചു ഡോക്ടർ, എത്രയും വേഗം മടങ്ങി വരൂ എന്ന് അങ്ങയുടെ മാത്രം ചികിത്സയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ആസ്മാ രോഗി. ഞാൻ അവനെ കുറച്ച് ദിവസം കൂടി ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചേനെ. പക്ഷേ കത്തുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയാൽ ദുരിതുരെ ചെല്ലുന്ന ആരാധകരുടെ കത്തുകൾ കൊണ്ട് കൊച്ചു ഡോക്ടർ ശ്വാസം മുട്ടട്ടെ, വീണ്ടും നമ്മിലേക്ക് മടങ്ങി വരട്ടെ. ഇന്നത്തെ എന്റെ പ്രോഗ്രാം 2 ആഴ്ച മുമ്പേ ഫിക്സ് ചെയ്താണ്. പ്രോഗ്രാം തുടങ്ങാറായി. ഞാൻ എന്താ ചെയ്യേണ്ടത്? മതി മറന്ന് ഡാൻസ് ചെയ്യുക. മൈ ബെസ്റ്റ് വിഷസ്. മടങ്ങുമ്പോൾ ഒരു നിമിഷം എൻ്റെ ക്വാർട്ടേഴ്സിൽ വന്നാൽ സന്തോഷം. മിനി കസ്തൂർബയെ ആദ്യമായ രാധികയുടെ വേഷത്തിൽ കാണാനുള്ള മോഹം കൊണ്ടാ. ഞാൻ വെക്കട്ടെ? വെക്കാൻ വരട്ടെ. വരുമോ? ഞാൻ തനിച്ച് ഒന്നും പറയണ്ട, വരും. ഇല്ലേ? വരും. നമ്മുടെ വഴിക്ക് വിഘാതമായിട്ട് ആര് നിൽക്കുന്നുവോ അവരെ തട്ടണം. നമ്മൾ ഫിലിപ്പോസിനെ തട്ടിയില്ലേ? അറ്റൻഡർ വിജയകുമാറിനെ തട്ടിയില്ലേ? പോലീസ് വന്നു, CBI വന്നു. എന്തായി? എവനെയും തട്ടണം. ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്നോട് അയാൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. നാട്ടുകാരുടെ കൊച്ചു ഡോക്ടർ ആയതുകൊണ്ട് ഇപ്പോ ആരെന്തിനു വിളിച്ചാലും അയാൾ പോകാറുണ്ട്. ഞാൻ അനുരഞ്ജനത്തിന്റെ മട്ടിൽ ഒരു വൈകുന്നേരത്തെ ഭക്ഷണത്തിനായി ഗസ്റ്റ് ഹൗസിലേക്ക് വിളിക്കാം. പിന്നെ ഫിലിപ്പോസിനെ തട്ടിയ മെത്തേഡ്, ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനായി വാട്ടർ ടാപ്പിനടുത്തേക്ക് പോകുന്നു. ഇലക്ട്രിക് കണക്ഷൻ കൊടുത്ത വാട്ടർ ടാപ്പ്. വൈദ്യുതാഘാതമേറ്റു കൊച്ചു ഡോക്ടർ മരിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാം അറിയുന്നു. എനിക്ക് പേടിയാവുന്നു. എന്തിന്? അത് അന്ന് അന്ന് പിന്നെ അത് ശരി, അതാണോ? മെഡിക്കൽ സയൻസ് പ്രകാരം അന്ന് നടന്നതിനെ ഓർത്ത് വിഷമിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഒരു പക്ഷേ പേടിക്കേണ്ട എന്തെങ്കിലും സംഭവിക്കണമെന്ന് വെക്കുക. സംസാരിക്കുന്നത് ഒരു ഡോക്ടറോടാണ്. ഒരു ഡോക്ടർക്ക് ചെവി അറിയാതെ നിസ്സാരമായി അതിനെ പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 2 പേർക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ ആദ്യത്തേതാണ്. ആദ്യമായിട്ടുള്ളതെന്തും നമുക്ക് പ്രിയപ്പെട്ടതാണ്. എങ്കിലും കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് അതിലെനിക്കും വിഷമമുണ്ട്. പക്ഷേ ഞാൻ അമ്മാമ്മയുടെ സമ്മതം വാങ്ങിക്കഴിഞ്ഞു. മിനിയെ അമ്മാമ്മ കാണാൻ കാത്തിരിക്കുകയാണ്. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി എത്രയും വേഗം നാം വിവാഹിതരാകാൻ പോകുന്നു. എന്താ പോരെ? അതുവരെ കരയാതിരിക്കാൻ കൊച്ചു ഡോക്ടറുടെ കയ്യിൽ ഒരു കൊച്ചു മരുന്നുണ്ട്. നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ ഈ നിമിഷം നമ്മൾ വിവാഹിതരാകുന്നു. ഓക്കെ? നീ പോയ സ്വിച്ച് എന്നിട്ട് ഞങ്ങളോടൊപ്പം ഇങ്ങനെ കൂടിയിട്ട് ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ആദ്യത്തെ ആള് ഡോക്ടറാ.
എന്നെ ഒരു വിരുന്നിന് വിളിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത ആദ്യത്തെ ആതിഥേയനും നിങ്ങളാ. അയ്യോ, അതെനിക്ക് വ്രതമായതുകൊണ്ടാ. എനിക്കെന്തായാലും ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. റൊട്ടിയിൽ നിന്നും മുട്ടയിൽ നിന്നുമുള്ള ഒരു മോചനം. ഞാൻ ഇത്തരം ഒരു മീറ്റിംഗ് എത്രയോ കാലമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഡോക്ടർ എവിടെന്നോ വന്നു, ഈ നാടിന്റെ ഒരു ഭാഗമായി. നമ്മൾ തമ്മിൽ ഇനി ഒരകൽച്ച പാടില്ല. ഐ ടെൽ യു, എനിക്ക് ആരോടും ഒരകൽച്ചയില്ല, ഉണ്ടാക്കണമെന്ന് ആഗ്രഹവുമില്ല. വന്നല്ലോ. അപ്പോ നിങ്ങൾ തരക്കാര് തമ്മിൽ സംസാരിച്ചിരിക്കും. എനിക്കൊരു 1/2 മണിക്കൂർ അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്. ഞാൻ ഉടനെ എത്തിക്കോളാം. വരട്ടെ. ജഗന്നാഥനെ കാണുമ്പോൾ എനിക്ക് സിനിമയിലെ ഏതോ ഒരു വില്ലനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഡോക്ടർ. നമുക്ക് കൈ കഴുകാം. കഴുകാം. രാജീവൻ എന്തിനാ അന്ന് ക്ലിനിക്കിൽ വന്ന് അനാവശ്യമായിട്ട് എന്നെ തെറി പറഞ്ഞത്? അത് ഞാനല്ല ഡോക്ടറെ, ഇവനാ. നമുക്ക് കൈയടിയിട്ട് സംസാരിക്കാം. രാജീവ്, ഈ ടാപ്പ് ഒന്ന് തിരിച്ചാ മതി. തിരിച്ചാ മതി. എന്താ? ഈ ടാപ്പ് ഒന്ന് തിരിച്ചാ മതി. ഇടത്തോട്ട് ഇങ്ങോട്ട് തിരിക്കണം. ഹലോ, ഞാൻ ഡോക്ടർ ജെയിംസാ. ഞാൻ സേഫായി മടങ്ങിയെത്തി കേട്ടോ. ഈ ജീവിതം മുഴുവനും ഞാൻ ചേച്ചിയോട് കടപ്പെട്ടിരിക്കുന്നു. നല്ലവർക്ക് നല്ലതേ വരൂ. ഇതിനിടയിൽ മിനി 2-3 പ്രാവശ്യം വിളിച്ചു. ഇന്ന് മിനിയും കൂട്ടി അമ്മാമ്മയെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞു. അതെ, ഇനിയും വൈകിക്കരുതെന്ന് അമ്മാമ്മയ്ക്ക് നിർബന്ധം. ഇനി അങ്ങോട്ട് അവർ ക്ലിനിക്കിന് മിനി കസ്തൂർബയുടെ സാമൂഹ്യ സേവനം ഇരുന്നോട്ടെ. അവള് കാരണത്ത് നിന്ന് ഹോണടിക്കുക. ചെല്ലണം, അമ്മാമ്മയെ കാണണം, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം, മടങ്ങി വരണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നാം ഒരുമിച്ചുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ലോകം കണ്ട ഏറ്റവും നല്ല ഭാര്യയായിരുന്നു കസ്തൂർബ ഗാന്ധി. ഭർത്താവിനെ അറിഞ്ഞ മനസ്സായിരുന്നു അവരുടെ സമ്പത്ത്. നീ എന്നെ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി അറിയാനുള്ളതൊക്കെ ഞാൻ അമ്മാമ്മയോട് ചോദിച്ചോളാം. കൊച്ചു ഡോക്ടർ കാറ് വിട്. ഓക്കേ?
ഡോക്ടർ, ഗോപിക്ക് അസുഖം തുടങ്ങി. ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അമ്മാമ്മ എപ്പോഴും പറയും, ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ പിന്നെ തടസ്സം ഉണ്ടാവാൻ പാടില്ലെന്ന്. അതൊന്നും വിഷമിക്കണ്ട. നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങിയപ്പോൾ വന്ന ആദ്യത്തെ ഉത്തരവാദിത്വമല്ലേ? ആദ്യത്തെ എന്തും പ്രിയപ്പെട്ടതല്ലേ? ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. പോയിട്ട് വരൂ. ചെല്ലു. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അവൻ പുറത്തേക്ക്. എനിക്കൊന്ന് കാണണം. ഒന്നും പറയാറായിട്ടില്ല. അദ്ദേഹം അവനെ പൊന്നുപോലെ കൊണ്ട് നടന്നിട്ടുള്ളതാ. അവനായി പാതകം ചെയ്തത്. എന്നിട്ട് അവൻ എവിടെ പോയി? പാതകം ചെയ്തു വരെ എവിടെ പോവാനാ? പോലീസ് സ്റ്റേഷൻ. ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം. എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയാ മതി. വളരെ മോശമായ കണ്ടീഷനിലാണ്. ഇപ്പൊ തന്നെ റെസ്പിറേറ്റർ കൊണ്ട് മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് ലണ്ടനിലേക്കോ അമേരിക്കയിലേക്കോ കൊണ്ടുപോകാന്ന് പറയുന്നു. ഒരടി അനക്കാൻ പറ്റില്ല. റെസ്പിറേറ്റർ മാറ്റിയാൽ മരണമാണ്. ലെറ്റ്സ് നോട്ട് ബി ഇമോഷണൽ, ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഇപ്പോൾ തന്നെ രോഗി വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്. 48 മണിക്കൂർ കൂടുതലായി. ഇതിലപ്പുറം റെസ്പിറേറ്റർ മോണിറ്റർ ഉപയോഗിക്കുന്നത് വെറും വേസ്റ്റാണ്. ഹൃദ്രോഗം ബാധിച്ച രോഗികൾക്ക് മോണിറ്റർ ഇല്ലാത്ത കാരണം ചികിത്സ കിട്ടുന്നില്ല. അവരുടെ ആൾക്കാർ ബഹളം കൂട്ടുന്നു. ഒരു വ്യക്തിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഡോക്ടറോട് നമുക്ക് പോയി ചോദിക്കാം. ഒന്ന് അവിടെ വിടാൻ പറഞ്ഞ്. ദൈവത്തിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കാണ് ഡോക്ടർ. അല്പം കൂടെ സമയം തരണം. അവൻ ചെയ്ത നന്മകളുടെ പേരിലാണല്ലോ ഇത്രയും ആൾക്കാർ കാത്തിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന പാഴാവില്ല. എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്നാ ഫാദർ പറയുന്നത്? അരമണിക്കൂർ ഇമ്പോസിബിൾ. ഒരു 10 മിനിറ്റ്. ഡോക്ടറിന്റെ കണ്ണു തുറന്നു.
ജോമോനെ ഞാൻ പണിഞ്ഞ കസേലിരുന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ പറന്നു പോയി. നമ്മുടെ മോനെങ്കിലും ആ സ്ഥാനത്തിരുന്ന് കാണാൻ അമ്മമ്മ അതുവരെ ജീവിച്ചിരിക്കില്ല. കർത്താവ് അതിന് ശക്തി തരട്ടെ.